എന്തുവാണോ കേസ്? സാറേ ബിൽഡിങ്ങിനകത്തെ കമ്പം പൊട്ടിച്ചിട്ടോ കേസ്. ആരാ കമ്പം മേടിച്ചേ? ഞാനാ മേടിച്ചേ. എവിടൊക്കെ പോയി വീണിട്ടുണ്ട്? ആ പരിസരത്തെ എല്ലാ ബിൽഡിങ്ങിലും പോയി വീണിട്ടുണ്ട്. പടക്കം കത്തിച്ച് ബാക്കിയുള്ളവരുടെ ബിൽഡിങ്ങിൽ സാറേ അവൻ എന്തിനാ അടിക്കുന്നേ? എടാ പടക്കം പൊട്ടിച്ച് കൊല്ലാൻ നോക്കി പിന്നെ ഞാൻ എന്താ ചെയ്യണം? സാറേ അവനല്ല പടക്കം പൊട്ടിച്ചത്, പിന്നെ ആരാ? ഇവരാ. അവന്മാര് ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി വാണൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു. എനിക്കിതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയിട്ടേ ഒരു ചൂട്ടിങ് കത്തിച്ചോണ്ട് വാ. സാറേ ഈ കിളവന്മാരെ കൊണ്ട് ഒടുക്കത്തെ ശല്യമാ. അപ്പുറത്തെ ഒരു വുമൺ ഹോസ്റ്റലുണ്ട്, അവിടുത്തെ ബാത്റൂമിൽ എത്തി നോക്കുക, അവരുടെ തുണി എടുത്തുണ്ടോ, പിന്നെ ബൈനോക്കുലർ വെച്ച് എത്തി നോക്കുക. ഇതൊക്കെ അവന്മാരുടെ പരിപാടി. ബൈനോക്കുലർ അല്ല കേട്ടോ, S23 അൾട്ര. അതും ഉണ്ടായിരുന്നു. എന്റെ പൊന്നു സാറ്, ഇവരുടെ കൂട്ടത്തിൽ വേറെ തന്നെ ഉണ്ടായിരുന്നു ഒരു കിളവൻ. അവൻ മരിച്ചുപോയി. അയാൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കഴപ്പുള്ളത്. മരിച്ചു പോയാൽ എന്തുകൂടെ കഴപ്പ്? മരിച്ചു പോയാലെന്താ സാറേ, കാക്കയായിട്ട് വന്നിട്ട് ആ വുമൺ ഹോസ്റ്റലിന്റെ ബാത്റൂമിൽ വന്ന് കുത്തിയിരിക്കുക. സോറി, താൻ പൊക്കോ. ഡോ ഇവരെ കെയർ ടേക്കർ ആരാ? അയാളെയും വിളിച്ചേ. ഞാനാണ് സാർ. ഇവരെങ്ങനെ ഉണ്ടോ? അത് പിന്നെ ഒരു ഇമ്മണിയും കൂടെ സൂം ഉണ്ടായിരുന്നെങ്കിലേ എന്തേലൊക്കെ കാണായിരുന്നു. അടുത്ത ആനിവേഴ്സറി ആകട്ടെ, എന്റെ മോനെ ഭീഷണിപ്പെടുത്തിട്ട് ഒരു 27ഓ 28ഓ മേടിക്കാം. ഞാനും വാങ്ങും. തുണി കഴുകാനുള്ളവരെ ഒന്ന് തുണി കഴുകിട്ടെ. ശ്വാസം മുട്ടുന്നേ. കൈകൾ ഇങ്ങനെ കൂപ്പി പെതുക്കെ മേളിലോട്ട് പൊക്കുക. ശ്വാസം പതിയെ എടുത്ത് പതിയെ വിടുക. കൈകൾ ഇങ്ങനെ നിവർത്തുക. ശേഷം പൂർവ്വസ്ഥിതിയിലോട്ട് മാറുക. കൂലി സിനിമ ഇറങ്ങി എന്നൊക്കെ പറയുന്നത് പോയി കാണണ്ടായോ? കൂലി സിനിമ ഇറങ്ങി എന്ന് പറയുന്നത് പോയി കാണണ്ടായോ? ആരാ അവിടെ ബഹളം ഉണ്ടാക്കുന്നത്? അതോ പോലീസുകാരെ കൈക്കൂലി വാങ്ങുന്ന കൈക്കൂലിയുടെ കാര്യം ആരാണ്ട് പറഞ്ഞതാ. ടിവിയിലുണ്ടെന്ന്. പൂർവ്വസ്ഥിതി. ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അടങ്ങിയിരുന്നൂടായി നിങ്ങൾക്ക്? അല്ല, ഒരു 10-60 കൊല്ലം നന്മ കാണിച്ചിട്ട് താനെന്തോ ഉണ്ടാക്കി അവസാനം ഇങ്ങോട്ടല്ലേ വന്നേ? എന്തുവേട്ടാ കിച്ചണിലുണ്ടോ? എല്ലാരും ഇതൊരു 10 പ്രാവശ്യം ചെയ്തേ കേട്ടോ. ഞാൻ ഇപ്പൊ വരാം. അതിനു മുമ്പും ചെയ്തത് ഒരു 10 വട്ടം ചെയ്യാം. എന്താ അല്ല, ചെയ്തിട്ട് നല്ല സുഖമുണ്ട്. എല്ലാരും കൈകൾ നിവർത്തുക, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. നല്ല പോലെ വലിക്കുക. വലിച്ചോണ്ടിരി. നല്ല പോലെ പിടിയങ്ങോട്ട് നീട്ടിവലി. വിട്. ശവാസനം. നീട്ടി ഒരു ബ്രീത്ത്. സാറേ, ഞങ്ങൾക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവണം. വയസ്സായെങ്കിലും എന്താ, നല്ല കാര്യം. നമ്മുടെ കൈമളി ചേട്ടനില്ലയോ, പുള്ളി ഡ്രൈവിംഗ് സ്കൂളൊക്കെ പഠിപ്പിച്ച. അപ്പം പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി പഠിപ്പിച്ചു തരും. ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചെന്നാ മതി. എങ്ങനാ? എടാ നിന്റെയൊക്കെ തന്തമാര് 18ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ഏൽപ്പിച്ചല്ലോടാ. എന്നിട്ട് നീയൊക്കെ പഠിച്ചോടാ. ഒരു 50 വർഷം എടുത്താലെന്താ, ഞങ്ങള് ലേണേഴ്സെങ്കിലും പഠിച്ചില്ലേ? അതന്നെ വലിയ കാര്യം അല്ലേ? വലിയ കാര്യം. ഓഹോ, അപ്പൊ സിമ്പലൊക്കെ കാണിച്ചാൽ അറിയായിരിക്കും ഇല്ലയോ? ഓ പിന്നെന്താ ചോദിച്ചോ. ആണ്ടെ, ആ സിമ്പൽ എന്തുവാ? അത് ഗർഭിണിയായ ഒരു സ്ത്രീ കിടന്നുറങ്ങുന്നു. അടി. അത് കൊടവേറുള്ള ആരോ ആടാ, അല്ലാതെ ഗർഭിണിയൊന്നും അല്ല. ഓപ്ഷൻ ബി കൊടവേറുള്ള കൊച്ചാട്ടൻ. ആ കാണുന്നതോ അതിന്റെ അപ്പുറത്തെ? അത് മറ്റേ മൂലക്കുരുള്ള ആരാണ്ട് കമന്ന് കിടന്നുറങ്ങുക. അത് പോട്ടെ. കണ്ട, അതിന്റെ മുകളിലെ സിമ്പലോ? അവിടെ പാമ്പുണ്ട്, അതും പത്തി വിടർത്തിയത്. വിഷമുള്ളത് വിഷം കടിക്കും. ഈ വളയാതെ കണ്ട നേരെ കാണുന്ന സിമ്പലോ? അത് മറ്റേ വിഷമില്ലാത്ത നീർക്കോലി, പത്തിയൊന്നും ഇല്ലാത്തത്, ഇങ്ങനെ നിൽക്കാത്തത്. വിഷമില്ല ഇങ്ങനല്ല, ഇങ്ങനെ. ആ 2 തലയുള്ളതോ? ആ സെക്ഷൻ വിടാം, വേറെ സെക്ഷൻ നോക്കാം. അതുകൊണ്ടേ ആ താഴെ കാണുന്ന നടുക്കൂടെ മുറിച്ച പീജ. അത് നടുക്കൂടെ മുറിച്ച പീജ. അതിന്റെ തൊട്ടപ്പുറത്തെ കാണുന്നതോ? അത് മറ്റേ 4 മുറിച്ച പീജ. നാണായിട്ട് മുണിച്ച പീജ. നിങ്ങൾക്ക് ലേണേഴ്സ് വേണ്ട, ഡയറക്റ്റ് അങ്ങ് 8 എടുക്കാം. അല്ല, ഈ 8 എന്തിനാ പഠിക്കുന്നേ? 9ാം ക്ലാസ്സിലോട്ട് കേറാം. അപ്പൊ എച്ചോയോ? എച്ചോയല്ല, എച്ചമ്മന്നോ പീക്കും. കറക്റ്റല്ലേ? കൈമിളണ്ണനെ വയസ്സായി, നമുക്ക് ഇവിടെ പഠിക്കണ്ട, വേറെ എവിടെങ്കിലും പോയി പഠിക്കാം. ശരിയാ, പുള്ളിക്കാരൻ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. നമുക്ക് ബുദ്ധിയും വിവരമുള്ള ആൾക്കാരെടുത്ത് പോയി പഠിക്കാം.
സാർ ചെയ്യുന്ന ഒരു നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. സാധാരണ ഇതുപോലെ വയ്യാതാവുന്നവരെയൊക്കെ വൃദ്ധസാധനത്തിലേക്ക് തള്ളിവിടുക ചെയ്യുന്നത്. ഒരച്ഛനില്ലാത്തതിന്റെ വിഷമം ഞാൻ കുറെ നാളായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇനി താമസിക്കണ്ട, കൈമളാട്ടാ പോയി ബാഗൊക്കെ പാക്ക് ചെയ്യും. ചെല്ല്. അവസാന കാലത്ത് സ്വന്തം ബന്ധമെന്ന് പറയാൻ വേണ്ടി ആരും ഇല്ലെന്ന് കരുതിയതാ. അങ്ങനെ നമ്മളെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ പോന്ന്. അങ്ങനെ അവൻ പോണോ? അതിന്റെ ആവശ്യമില്ല. അച്ഛാ, എന്താ മോനെ? കൈമളെ ഓ പോകാല റെഡിയാക്കിയോ? ആ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപ്പാവാട അവനത്തില്ലാതെ പറ്റൂല. കഴിഞ്ഞ ദിവസം വുമൻസ് ഹോസ്റ്റലിൽ നിന്ന് അടിച്ചോണ്ട് വന്നാ വെച്ചോ. മോൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യയുണ്ട്, പെങ്ങളുണ്ട്, പിന്നെ ഒരു വേലക്കാരിയുണ്ട്. ഹാപ്പി ആയില്ലേ? അടിപ്പാവടെ ഒന്നും പുറത്തിട്ടേക്കല്ലേടാ, അവനെ കൺട്രോൾ അതുകൊണ്ടാ. പാവാണേ. ഗുഡ് ലക്ക് ബോത്ത് ഓഫ് യു. ഇന്നലെ എന്റെ മുറിയിൽ നിന്ന് എടുത്തോണ്ട് പോയി സ്റ്റിക്ക് എന്തേ? എൻ്റെ റൂമിൽ ഇരിപ്പുണ്ടാ. ഇനിയിപ്പോ എന്താ വേണോ? അച്ഛനും മോനും കൂടി ഇരുന്ന് വലിക്കാമല്ലോ. കുത്തി നടക്കുന്ന വടിയല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടും കൂടി ഇരുന്ന് വലിക്കാട്ടോ. അച്ഛൻ്റെ നല്ല കുറച്ച് ഹിഡൻ സ്കിൽസ് ഒക്കെ ഉണ്ട്, ചെവി കൂടെ ഒക്കെ പുക വിടും കേട്ടോ. എടേ മറ്റേ പേപ്പർ എന്തേ? പേപ്പർ സോറി, ഞാൻ മോനിക്കുന്ന ഓർത്തില്ല. സോറി സോറി. നീ അല്ലയോ ആ കമ്പിത്തിരി ഗ്രൂപ്പിന്റെ അഡ്മിൻ? ഞങ്ങൾ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിന്നെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോവാം. എന്തായാലും നിനക്ക് ഇനി ആ ഗ്രൂപ്പിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നീ പൊളിക്കാൻ പോയില്ലേ. ശരി എന്നാ. ഓ ആയിക്കോട്ടെ. എന്തോ പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഒരു കുലുക്കം ഇല്ലല്ലോടാ. ഒരു വണ്ടി മനസ്സിലായി. എന്താ കാണിക്കുക? ഇത് ശുഭലക്ഷണോ? ഞാൻ പറഞ്ഞില്ലയോ? എന്തൊക്കെ പറഞ്ഞാലും ഇവൻ ചെല്ലുന്നിടത്ത് നല്ല എരണമുള്ള പയ്യനാ കേട്ടോ. ശരിയാ. മറ്റേ പറയട്ടെ, ഇവൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യ വീട്ടിൽ പോയി. അന്നത്തെ ദിവസം ഭാര്യ വീട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് എല്ലാരും മരിച്ച് ഇവൻ മാത്രം രക്ഷപ്പെട്ട്. ഇവൻ മാത്രം ബാത്റൂമിൽ കയറി ഒളിച്ചിരിഞ്ഞ്. ഇവരെ ചിരഞ്ജീവിയാ, ബാക്കി എല്ലാരും ചത്തുപോയി. മോന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകത്തില്ല കേട്ടോ, നല്ലവനാ. എന്നാലും ജാഗ്രത നല്ലതല്ലേ. സാരമില്ല ചാ, ഊബർ വിളിച്ചിട്ടുണ്ട്. വരും. എടാ, അവൻ ഇങ്ങനെ സമാധാനത്തോടെ പോകുന്ന കാണുമ്പോളേ മനസ്സിന് ഒരു വിങ്ങല്, ഒരു സമാധാനം കിട്ടുന്നില്ല എനിക്ക്. തൊങ്കച്ചാ